വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെക്കുന്നതിനായുള്ള ദൗത്യം തുടരുന്നു. സ്നഫർ ഡോഗിനെ ഉപയോഗിച്ചുൾപ്പെടെയുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. എന്നാൽ കടുവയെ വനം വകുപ്പ് സംഘത്തിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവയെ നിരീക്ഷിക്കുന്നതിൽ വനം വകുപ്പിന് വീഴ്ചയുണ്ടെന്നാരോപിച്ച് പ്രദേശവാസികൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ് എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. കടുവ ഇന്നലെ രാത്രി വരെ ജനവാസ മേഖലയോട് ചേർന്നുള്ള ചതുപ്പിലായിരുന്നു എന്നാണ് വനം വകുപ്പ് പറയുന്നത്. രാവിലെ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ കടുവയെ കണ്ടെത്താനായില്ല. ഇതോടെ തേക്കടിയിൽ നിന്നും സ്നഫർ ഡോഗിനെ എത്തിച്ചു. കടുവയെ കണ്ട പ്രദേശത്തു നിന്നും 500 മീറ്റർ അകലെ വരെ സ്നഫർ ഡോഗ് എത്തുകയും ചെയ്തു. 2 വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെ 50 പേരുടെ സംഘമാണ് ദൗത്യത്തിലുള്ളത്. കടുവയെ പിടികൂടാൻ വൈകുന്നതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. വനംവകുപ്പ് കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. സർക്കാരിൻ്റെ എല്ലാം കൂടി ഇവിടെയാണ് നിൽക്കുന്നത്. ഡോക്ടർമാർ വന്നിട്ടുണ്ട്. പിന്നെ മയക്കുവെടി വെക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. മയക്കുവെടി വെക്കുന്ന സമയത്ത് അതിനുവേണ്ടി ഡെസ്ക് എടുത്ത് നടക്കുന്ന സമയത്ത് ഈ കടുവ ഈ പരിസരത്ത് ഇല്ല, കാണുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതനുസരിച്ച് അവരുടെ പ്രവർത്തനം കുറെ കൂടി ശക്തമാക്കാൻ കണ്ടെത്താൻ വേണ്ടിയുള്ള അടുത്ത മാർഗ്ഗങ്ങളൊക്കെ നീങ്ങുകയും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ ഇവിടെ വരികയും അവരൊരു പരിശോധനയൊക്കെ നടത്തി അവരെ കാട്ടിൻ്റെ അകത്ത് ഇറക്കി വിട്ട് അവരും ജീവനും പേടിച്ചാണ് ആ ഫോറസ്റ്റ് ഓഫീസർമാരും അതിൻ്റെ പുറകിൽ ഇറങ്ങുകയും അതനുസരിച്ചാണ് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ മേഖലയിൽ ഇല്ലെന്നാണ് ഇന്നത്തെ ഒരു വാർത്ത ഇപ്പോൾ കിട്ടുന്നത്. എന്നാൽ പോലും ഈ സാധനം അടിയന്തരമായി പിടിക്കുകയോ അല്ലെങ്കിൽ പിടിച്ച് ഇവിടെ നിന്ന് മാറ്റുകയോ അല്ലെ മയക്കുവെടി വെച്ച് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ മേഖലയെന്ന് പറയുന്നത് തൊട്ടടുത്ത് സ്കൂള്, തൊട്ടടുത്ത് ലൈൻസ്, ഇങ്ങനെ ആൾക്കാർ ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഈ വേനൽക്കാലം വന്നതോടുകൂടി സർക്കാരിൻ്റെ ഒരു ഉത്തരവ് തന്നെ നേരത്തെ പണിക്ക് പോവുകയും നേരത്തെ തിരിച്ചു വരികയുള്ള സംവിധാനമുണ്ട്. 6:30 ആൾക്കാർ പണിക്കിറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് പോകാനുള്ള പേടിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് അടിയന്തരമായി ഇതിനെ പിടിച്ചു മാറ്റാനുള്ള സംവിധാനം നടന്നില്ലെങ്കിൽ ഇവിടെ വലിയൊരു ഭീതിയും പ്രശ്നങ്ങളുണ്ടാകും. ജനങ്ങളാകെ ഇപ്പോൾ ഇളകി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇതോടെ കടുവയെ പിടികൂടാത്തതിലെ ആശങ്കയും പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നു. അതേസമയം മനുഷ്യജീവനും വന്യമൃഗത്തെയും സംരക്ഷിക്കണമെന്നും ദൗത്യം ഇന്ന് തന്നെ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. വനാതിർത്തി ലക്ഷ്യം വെച്ചാവാം കടുവ നീങ്ങിയതെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. കാലിന് പരിക്കുള്ളതിനാൽ അധിക ദൂരം കടുവ സഞ്ചരിക്കാനായില്ല എന്ന വാദം ഉദ്യോഗസ്ഥർ ആവർത്തിക്കുകയാണ്. ഒത്തിരി മാറാനായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അതിന് സാധ്യതയില്ല. തൊട്ടടുത്ത അതിന് ചതുപ്പ് കേന്ദ്രീകരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒരു ചതുപ്പിൽ നിന്ന് മാറിയിട്ട് വേറെ ചതുപ്പിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നമുക്ക് ഈ ഡ്രോൺ വെച്ചിട്ട് നമുക്ക് ഈ കവറുള്ള സ്ഥലത്ത് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കണ്ടെത്താൻ പറ്റാത്തത്. അതിൻ്റെ പക്മാർക്ക് അവിടുന്ന് നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഡോഗോടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സ്ഥലത്ത് അതിൻ്റെ തൊട്ടടുത്ത ചതുപ്പിൽ തന്നെ ഉണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നോക്കട്ടെ, ഞാൻ ആശങ്ക ഒഴിയാത്ത സാഹചര്യത്തിൽ ഇന്ന് പൂർണ്ണമായും മേഖലയിൽ പരിശോധന നടത്താനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.